ഞാൻ പറഞ്ഞില്ലേ, എന്നേക്കാൾ അർഹതയുള്ള ആളുകൾ, പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകൾ, ആഗ്രഹമുള്ള ആളുകളൊക്കെയുണ്ട്. പക്ഷെ എനിക്ക് അവസരം കിട്ടിയത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചൊന്നല്ല, ഞാൻ ചോദിച്ച് തന്നെ വാങ്ങിയത്. എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞതാണ്, ആഗ്രഹം കൊണ്ടാണ്. ഒരു വട്ടമെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ, 9.5 കൊല്ലമായിട്ട് എന്നോടൊപ്പമുള്ള യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ചെറുപ്പക്കാർ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ നിരവധി സമരം ചെയ്ത് തലപൊട്ടി ചോരയൊലിച്ച് എല്ലൊടിഞ്ഞ് ജയില് നിറഞ്ഞു കിടന്നിട്ടും എന്തുകൊണ്ട് പിണറായി വിജയനെ പോലുള്ള ഒരു നരാധമന് തുടർഭരണം കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സകല സ്ഥലത്തും കോൺഗ്രസിന്റെ UDFന്റെ ഭരണസമിതികൾ ഉണ്ടാകണം. MLA പറഞ്ഞതുപോലെ ഇതൊരു ട്രയൽ റണ്ണാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചാൽ വൈകുന്നേരം ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന മുഴുവൻ ആളുകളും, അവിടെ ഇരിക്കുന്ന മാധ്യമ സഖാക്കന്മാർ കോൺഗ്രസിനും UDFനും അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ ഉണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ അവന്മാരൊക്കെ പറയും പിണറായി 3.0 എന്ന്. 3.0 എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞിട്ട് കുത്തും കഴിഞ്ഞിട്ടുള്ള O എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. ഇനി പിണറായിക്ക് ഒരു അവസരം കിട്ടിയാൽ ശബരിമലയിൽ ഇനി 0 പരിപാടി. ശാസ്താവിനെ പോലും ഒരു AKG സെന്ററിൽ കൊണ്ടുപോയി മറച്ചു വെക്കാതിരിക്കണമെങ്കിൽ നാട്ടിലെ സകല മനുഷ്യരോടും നമ്മൾ രാഷ്ട്രീയം പറയണം. എന്ത് രാഷ്ട്രീയം പറയണം? 5 വട്ടം കറണ്ട് ചാർജ് കൂട്ടിയത്, വെള്ളക്കരം കൂട്ടിയത്, ഭൂനികുതി കൂട്ടിയത്, കെട്ടിട നികുതി കൂട്ടിയത്, ഇങ്ങനെ ഇതെല്ലാം പറയണം. പെട്രോളിയത്തിന്റെ സെസ് കൂട്ടി 2 രൂപ, എന്നിട്ട് നമുക്ക് ക്ഷേമ പെൻഷൻ തരുമെന്ന് പറഞ്ഞു. 900 കോടി രൂപയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്ഷേമ പെൻഷൻ 6 മാസക്കാലം ഇല്ലാതിരുന്നപ്പോ ആത്മഹത്യ ചെയ്ത കോഴിക്കോട്ട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് ഏട്ടനെ കേരളത്തിലെ പൊതുസമൂഹം മറക്കുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കണം. ഇവര് 400 രൂപ വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ 14.5 കോടി രൂപയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യുമ്പോൾ 400 രൂപ വർദ്ധിപ്പിച്ചത് കൊണ്ട് ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ വീട്ടിൽ അഭ്യർത്ഥനയുമായിട്ട് വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് തന്നെ നമ്മൾ പറയണം. 400 രൂപ വർദ്ധിപ്പിച്ചപ്പോ ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, വെള്ളക്കരം അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം.